പല ആളുകളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചോറ് കഴിക്കാവോ? കാരണം ചോറ് കഴിക്കാതെ പറ്റില്ല ഡോക്ടറെ, എനിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചോറ് കഴിച്ചേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മൾ 3 നേരം ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ശരിക്കും കേരളത്തിലുണ്ടായത്. പക്ഷെ അവർക്ക് പ്രമേഹമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താ? ഒരു പുറത്തിറങ്ങി പണിയെടുക്കും. നമ്മളൊരു 200 കാലറി അല്ലെങ്കിൽ 500 കാലറിയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 1000 കാലറി നമ്മൾ പുറത്തു പോയി പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല. നമുക്ക് നമ്മുടെ ജോലികളുണ്ട്, നമുക്ക് നമ്മുടെ കുടുംബം നോക്കണം. അപ്പോൾ അതെല്ലാം കാരണം നമ്മൾ നമ്മുടെ പുറത്തു പോയിട്ടുള്ള ജോലികൾ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും കുറയ്ക്കണം. ചോറ് എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മൾ വെള്ള അരിയൊക്കെ ആണെങ്കിൽ ഷുഗർ സ്പൈക്ക് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഇൻസുലിൻ വേണം, എങ്കിൽ മാത്രമേ ആ ഷുഗറിനെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു 2-3 മണിക്കൂറൊക്കെ ആ ഷുഗർ ഇങ്ങനെ പൊങ്ങി നിൽക്കും, ആ സ്പൈക്ക്. അപ്പോൾ ചോറ് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു നേരമാക്കുക, ദിവസത്തിൽ ഒരു നേരം മാത്രം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് നോക്കുക. ഇനി ചോറ് കഴിക്കുന്ന സമയത്തോ നമ്മുടെ തവിട് കളയാത്ത അരി പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇനി പറ്റുന്നില്ലെങ്കിൽ വെള്ളയായാലും കുഴപ്പമില്ല, പക്ഷെ അളവ് കുറയ്ക്കുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ചോറ് കഴിക്കേണ്ടതെന്ന് പറയാം. ഇപ്പം നമ്മൾ ആദ്യം ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിച്ചാൽ മതി. അപ്പോൾ തന്നെ വിശപ്പ് കുറച്ചൊന്ന് കുറയും. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ സാലഡ്സ് കഴിക്കുക. വെള്ളരിക്കയോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ നമ്മൾ ഒരു 2-3 വെച്ച് കഴിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഫൈബർ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോട്ടീൻ കഴിക്കുക. പയർ മുളപ്പിച്ചത് കഴിക്കാം, അല്ലെങ്കിൽ കടല വേവിച്ചത് കഴിക്കാം, പയർ തോരൻ കഴിക്കാം, മുട്ട പുഴുങ്ങിയത് കഴിക്കാം. ഇതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ള ടെക്നിക്ക്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്താ, പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വരികയാണ്, നമ്മുടെ വിശപ്പ് കുറയും നല്ലോണം. എന്നിട്ട് നമ്മൾ ചോറും കുറച്ച് കറിയും ആയിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ സാലഡിലൂടെ ഫൈബർ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചു, നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുന്ന ആഹാരങ്ങൾ കഴിച്ചതുകൊണ്ട് നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്ക് വളരെ വലുതാകില്ല. നമ്മൾ മൂന്നാമത് നമുക്ക് ഇഷ്ടമുള്ള ആഹാരവും കഴിച്ചു. അപ്പോൾ നമ്മുടെ വയറും നിറയും, നമ്മുടെ മനസ്സും നിറയും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് കഴിക്കാവുന്നതാണ്. അളവ് കൺട്രോൾ ചെയ്യുക. ഒരു പിടി, നമ്മുടെ ഒരു കയ്യിലൊതുങ്ങുന്ന ചോറ് മാത്രം കഴിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിതകാലം മൊത്തം ചോറ് കഴിച്ച് ജീവിക്കാം. പ്രമേഹം കൺട്രോൾ ചെയ്യാനും പറ്റും. ഈ ഒരു എഫക്റ്റീവ് ടിപ്പാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.